പ്രിയമുള്ള സഹോദരന്മാരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ വജിപ്പ പരിസരത്ത് വെച്ചുകൊണ്ട് ജംഇയ്യത്തെ അഹ്ലെ ഹദീസ് എന്ന് പറയുന്ന വഹാബികളുടെ ഒരു പുതിയ സംഘടന, അതിൻ്റെ ആഭിമുഖ്യത്തിലായി നടന്ന ഒരു പരിപാടി നിങ്ങൾ ചിലപ്പോൾ വീക്ഷിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കേണ്ടി വന്നത്. സമയത്തിൻ്റെ അഭാവം ധാരാളമുണ്ട്. അദ്ദേഹം അല്ലെങ്കിൽ ജംഇയ്യത്തെ അഹ്ലെ ഹദീസ് എന്ന് പറയുന്ന അത് എത്രാമത്തെ സംഘടന എന്ന് എനിക്കറിയില്ല. കാരണം വഹാബികളിൽ 900 സംഘടനകളാണ്, തൗഹീദുകളാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ മർക്കസുദ്ദഅവ എന്ന പേരിൽ അറിയപ്പെടുന്ന മടവൂരികളും വിസ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ജിന്നൂരികളും KNM എന്ന പേരിൽ അറിയപ്പെടുന്ന അങ്ങുമല്ല ഇങ്ങുമല്ല എന്ന് പറയുന്ന ഒരു നടുവിലുള്ള ഒരു ഗ്രൂപ്പും, അതിൻ്റെ ഇടയിൽ കർണാടകയിൽ KSA എന്ന് പറയുന്ന കർണാടക സലഫി അസോസിയേഷൻ എന്ന് പറയുന്ന മറ്റൊരു സംഘടനയും, SKSM എന്ന് പറയുന്ന വേറൊരു സംഘടനയും ഇപ്പോൾ കാണുന്നുണ്ട് ജംഇയ്യത്തെ അഹ്ലെ ഹദീസ് എന്ന് പറയുന്നത്. ഇത് എത്രാമത്തെ തൗഹീദാണാവോ, അല്ലാഹു അഅലം. ഈ പാർട്ടികളെല്ലാം ഓരോ പാർട്ടികൾക്കും ഓരോ തൗഹീദാണ്. അപ്പോൾ ഇവരെ തൗഹീദ് എന്ത് അപ്ഡേറ്റ് ആണ് നടത്തിയത് എന്നറിയില്ല. എന്നിരുന്നാലും ആ ജംഇയ്യത്തെ അഹ്ലെ ഹദീസ് എന്ന പേരിൽ ഇവിടെ ചില മൗലവിമാർ വന്ന് ഈ വജിപ്പ പരിസരത്ത് ജീവിക്കുന്ന നിങ്ങളെല്ലാവരെയും മുശ്രിക്കുകളാക്കിയിട്ടാണ് പോയത്. ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഈ നാട്ടിൽ ഇങ്ങനെ ഇത്രമാത്രം പച്ചക്ക് നിങ്ങളെ മുശ്രിക്കാക്കുമ്പോൾ, ദർഗയുടെ പണം കമ്മിറ്റി ഭാരവാഹികൾ തിന്ന് വീട് കെട്ടുന്നു എന്ന് പച്ചക്ക് പ്രസംഗിക്കുമ്പോൾ, ഈ നാട്ടിൽ ചോദ്യം ചെയ്യാൻ ഒരു ആൺകുട്ടി ഇല്ലാതായി പോയല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. യാതൊരു നാണക്കേടും ഇല്ലാതെ പച്ചക്ക് ഓപ്പണായി നാട്ടുകാരെ മുശ്രിക്കാക്കിയിട്ടാണ് ആ മൗലവിമാർ പോയത്. അപ്പോ ആ മൗലവിമാരുടെ കളവും, അള്ളാഹുവിൻ്റെ ഹബീബ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വഹാബി ചൊൽഡോ ഈ പ്രസ്ഥാനത്തെ ಬಗ್ಗೆ ഈ ലോകത്തേക്ക് പഠിപ്പാട്ടിയത് ദജ്ജാലൂന കദ്ദാബൂൻ എന്നായിട്ടിക്കിട്. ഇത് വേറെ ആരെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ റസൂൽ ചൊന്നതല്ല. യകൂനു ഫി ആഖിരി സമാൻ, ഖിയാമത്ത് നാളിന്റെ സമയത്ത് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടും ദജ്ജാലൂന. അള്ളാഹിന്റെ റസൂൽ പ്രയോഗിച്ചത് ദജ്ജാലൂൻ എന്നാണ്. ദജ്ജാൽ ചൊന്നുക അർത്ഥ ഹക്കടെ ബാത്തിലാക്കടെ, ബാത്തിലിന്റെ ഹക്കാക്കടെ ആൽമാർ. ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ, ദുർവ്യാഖ്യാനം നടത്തുന്ന ആളുകൾ, കദ്ദാബൂൻ ചെമ്മ കളവ് ചൊല്ലുന്ന ആൽമാർ, ധാരാളം കളവ് പറയുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ഒരു ടീം ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ലോകത്ത് വരും. യഅ്തൂനകും മിനൽ അഹാദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. അങ്ങളെ അറിയോഗോ, നിങ്ങൾ ഖുർആനോ ഹദീസ് പഠിക്കണ്ട ഒന്നുമായി. നിങ്ങളെ അബ്ബമാറ കേൾക്കാത്ത പുതിയ പുതിയ വാദങ്ങ അങ്ങ് കൊമ്പർ പറയുക.
അത് അങ്ങളുടെ അടയാളായിത്തിക്കും. അങ്ങനത്തെ പച്ച ദജ്ജാലിങ്ങ കളവു ചൊല്ലിയ ആൽമാർ ആഖിർ സമാനിൽ പ്രത്യക്ഷപ്പെടും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് വേറെ ആരെ സംബന്ധിച്ചു അല്ല, ഈ വഹാബികളെ സംബന്ധിച്ച്. അത്രമാത്രം ദുർവ്യാഖ്യാനങ്ങൾ. ഖുർആനിന്റെ ആയത്ത് ഓതുക, പച്ചക്കും തെറ്റായ അർത്ഥം ഒരു ഉളുപ്പില്ലാതെ നിലക്ക് പച്ചക്ക് പച്ച കളവർത്ഥം വെക്കുക. അതാണ് ഇവിടെ വന്ന എല്ലാ മൗലവിമാരും നടത്തിയത്. ഖുർആനിന്റെ ആയത്തിന് നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും അയാൾ ആയത്ത് ഓതിയതാണല്ലോ. ആയത്ത് ഓതാൻ ആർക്കാ കഴിയാത്തത്? അറബി അറിയുന്ന ആർക്കും ആയത്ത് ഓതിക്കൂടെ? ആയത്ത് ഓതിയിട്ട് അർത്ഥം വെക്കുന്നിടത്തല്ലേ കളിയുള്ളത്. പച്ചയായ തെറ്റായ കളവ് അർത്ഥം വെച്ചിട്ടാണ് ഈ ബജിപ്പ പരിസരത്ത് ജീവിക്കുന്ന നിങ്ങളെ കാഫിർ മുശ്രിക്കാക്കിയിട്ട് പോയത്. സുബ്ഹാനല്ലാഹ്. സുന്നികൾ വയല് വെക്കുന്ന എന്തിനാ നിങ്ങൾ മനസ്സിലാക്കണം. സുന്നികൾ ഒരു പ്രഭാഷണം നടത്തുന്നത് നാട്ടുകാരെ നന്നാക്കാനാണ്. നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ നിസ്കരിക്കാനും, കള്ളുകുടിക്കെതിരെ പ്രസംഗിച്ചുകൊണ്ട് കള്ളു കുടിക്കുന്നവരെ അതിൽ നിന്ന് മാറ്റി നിർത്താനും, അതുപോലെ കച്ചവടങ്ങളിൽ ഡോങ്കിയാക്കുന്നവരോട് അത് ഡോങ്കിയാക്കരുത് എന്ന് പറയാനും, സകാത്ത് കൊടുക്കാത്തവരോട് സകാത്ത് കൊടുക്കാനും, നോമ്പ് പിടിക്കാത്തവരോട് നോമ്പ് പിടിക്കാനും, ഇതാണ് സുന്നികൾ വയല് പറയുന്നത്. ഇല്ലേ? നല്ലാക്കാനാണ് വയല് പറയുന്നത്. സലഫികൾ വയല് പറയുന്നത് എന്തിനാ? അവരുടെ പരിപാടി എന്തിനാ? ആ നാട്ടിൽ വന്നിട്ട് നാട്ടുകാരെ മുഴുവനും കാഫിറാക്കി പോകാൻ വേണ്ടി മാത്രമാണ് വഹാബികൾ പരിപാടി നടത്തുക. രണ്ടാമത്തെ ഉദ്ദേശം അവർക്ക് വേറെയില്ല. ഈ നാട്ടിൽ പരിസരത്തും ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളും മക്കയിലെ അബൂജഹലിനെ പോലെയുള്ള പച്ച മുശ്രിക്കുകളാണ് എന്ന് സമർത്ഥിക്കാൻ ഖുർആൻ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് അതിനു വേണ്ടിയാണ് അവർ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഞാനതിലേക്ക് ആമുഖമായിട്ടൊന്നും പോകാതെ വിഷയത്തിലേക്ക് നേരെ കടക്കുകയാണ്. വഹാബി പ്രസ്ഥാനം ഈ പാർട്ടി ഉണ്ടായത് തന്നെ 1740 1740 വഹാബി പ്രസ്ഥാനം ഈ ലോകത്ത് ജനിക്കുന്നത്. സാവിರದ 1740 വഹാബി പ്രസ്ഥാനം ലോകത്തുണ്ടാകുന്നത്. ശരിക്കും നിങ്ങൾ ചരിത്രം പഠിക്കണം. 1740 അതിനു മുമ്പ് ഈ ലോകത്ത് ഈ ഫിത്നയില്ല. ആരാണ് ഉണ്ടാക്കിയത്? ഈ വഹാബി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്ക് ജന്മം കൊടുത്ത ആള് ലോകത്തിലെ ഏറ്റവും വലിയ തമ്മാടിയും ലോകത്ത് അറിയപ്പെട്ട ഏറ്റവും വലിയ ക്രൂരിയും ദുഷ്ടനുമായ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആലോചിക്കും, ഇയാളെന്താ അയാളെ പറ്റി ക്രൂരി, ദുഷ്ടൻ, തമ്മാടി എന്നൊക്കെ വിളിക്കുന്നത്? മനഃപൂർവ്വമാണ്. ചരിത്രം നിങ്ങൾ പഠിച്ചാൽ അതിനേക്കാൾ അപ്പുറം പറയും. ലക്ഷക്കണക്കിലെ സുന്നികളെ കൊന്നവനാണവൻ. ഹിറ്റ്ലർ കൊന്നതിനേക്കാൾ അധികം ഈ ലോകത്ത് മുസ്ലിമീങ്ങളെ കൊന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് വഹാബികളുടെ സ്ഥാപക നേതാവായ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ആ ദുഷ്ടനാണ്. നിങ്ങൾക്കറിയാമല്ലോ ഹിറ്റ്ലറിന്റെ ചരിത്രം. യഹൂദികളെ കൊന്നെടുത്ത ഹിറ്റ്ലറിന്റെ പേരറിയാത്തവരുണ്ടാവോ? ആ ഹിറ്റ്ലർ കൊന്നതിനേക്കാൾ എത്രയോ അധികം സുന്നികളായ മുസ്ലിമീങ്ങളെ ഈ ലോകത്ത് കൊന്നിട്ടുണ്ടെങ്കിൽ അത് സലഫി പ്രസ്ഥാനം തുടങ്ങിയ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം തന്റെ ഭാര്യയുടെ സഹോദരന്റെ മകനെ, അളിയന്റെ മകൻ, തന്റെ പാർട്ടിക്ക് ചേർന്ന
ആ മനുഷ്യൻ തന്റെ വഹാബി പ്രസ്ഥാനം വിട്ടതിന്റെ പേരിൽ, രാജിവെച്ചതിന്റെ പേരിൽ, വഹാബിസം അയാൾ ഒഴിവാക്കിയതിന്റെ പേരിൽ റജബ് മാസം, പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം, ഒരു വെള്ളിയാഴ്ച രണ്ട് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ചിട്ട് ദിക്ർ ചൊല്ലുന്ന ടൈമുള്ളൂ ആ മനുഷ്യരെ പോയി കൽത്തർത്തിട്ട് കൊന്നൊരു വ്യക്തിയായി തിക്കട് ഇബ്നു അബ്ദുൽ വഹാബ് ചൊല്ലുന്ന ആള്. പള്ളിയിൽ വെള്ളിയാഴ്ച രണ്ട് ജുമാ കഴിഞ്ഞിട്ട് മുസല്ലയിൽ തസ്ബീഹ് ചൊന്നുകൊണ്ടിരിക്കുമ്പോ അയാള് സുന്നിയായിട്ട് ചൊന്ന് ഒറ്റ കാരണം കൊണ്ടുത്തു അയാളെ അർത്തിട്ട് കൊന്നേ ദുഷ്ടായി തിക്കട് ഇബ്നു അബ്ദുൽ വഹാബ്. അങ്ങനത്തെ ഒരു ക്രൂരിയും ദുഷ്ടനും തമ്മാടിയുമായ മനുഷ്യൻ, അവൻ തുടങ്ങി വെച്ചോ പാർട്ടിയായി തിക്കിട് ഈ സലഫിസം വഹാബിസം ചൊല്ലുന്ന പാർട്ടി. അങ്ങനെ അത് തുടങ്ങി ഈജിപ്ത് എത്ര അത് ഫിത്ന. ആ ഈജിപ്തില് ജമാലുദ്ദീൻ അഫ്ഗാനി, അയാളെ ശിഷ്യൻ മുഹമ്മദ് അബ്ദു, അയാളെ ശിഷ്യൻ റഷീദ് റിള, ഈ മൂന്ന് ത്രിമൂർത്തികൾ കൂടി തായ്ത്തിക്കട് ഇതിനെ പ്രൊമോട്ടാക്കിയോ. ഈ വഹാബി പ്രസ്ഥാനത്തെ പ്രചാരാക്കിയ ആൽമാർ, ഈ മൂന്നാൽമാർ ആ ഈജിപ്തുടോ കേരളത്തിലേക്ക് വഹാബിസം 1920 കേരളത്തേക്ക് പണ്ട്, ആ കേരളത്തിൽ നിന്ന് കർണാടകത്തേക്ക് വഹാബിസം എത്തിയത് എപ്പറകൊണ്ടുണ്ട. ഞാനിതൊരു ചെറിയൊരു മുൻനുടി മാത്രം ചൊല്ലോ, അത് ചൊന്നിട്ട് ഡയറക്റ്റ് ഞാൻ അങ്ങ് പ്രസംഗിച്ച് അതിലേക്ക് നാ പോണ്ടേ. കർണാടകത്തെ ഹിസ്റ്ററി ഊർത്ത സലഫി രംഗമേ എപ്പ കർണാടകത്തേക്ക് സലഫി വന്നോ മൈക്കാലത്തേക്ക് സലഫിസം ചൊല്ലെ ഈ ബിസ, ഈ വിഷബീജ എപ്പ ഞങ്ങളെ റായത്തേക്ക് എത്തിയറോ ചൊന്നിട്ടു അങ്ങമേ ഞങ്ങളെ പേപ്പറിൽ എഴുതിയ കേരള മൈക്കാലത്ത് വണ്ടേ പവിത്ര സന്ദേശ ചൊല്ലെ പേപ്പറിൽ അതിൽ കാണ്ട് മൈക്കാലത്തേക്ക് എപ്പ ഇത് ഈ ബിസ എത്തിരും. ഇതിൽ കാണ്ട് ഖുർആൻ ಸುನ್ನತುಗಳ ಆದರ್ಶವನ್ನು ಪ್ರಚುರಪಡಿಸುವರೆ ಮಸೀದಿಗಳ ಅಗತ್ಯವಿದೆ ಎಂಬುದನ್ನು ಮನಗಂಡ ಅಂದಿನ ಸಲಫಿ ನಾಯಕರು ಬಜಿಪೆ ಸಮೀಪದ ಪೆರ್ಮುದೆ ಎಂಬಲ್ಲಿ 1970 ಈ ಬಜಿಪೆರ ಪೆರ್ಮುದೆ ನಿಂಗೊಂದಿಗುವಲ್ಲಿ ಈ ಪೆರ್ಮುದೆಲಿ 1970 ಸಕ್ರಿಯ ಸಲಫಿ ಪ್ರಮುಖ ಹಾಜಿ ಉಸ್ಮಾನ್ ಸಾಹೇಬರ ನೇತೃತ್ವದಲ್ಲಿ ಜಿಲ್ಲೆಯ ಪ್ರಥಮ ಸಲಫಿ ಮಸೀದಿ ನಿರ್ಮಾಣಗೊಂಡಿತ್ತು. ಎಪ್ಪ 1970 ആഴ്ച ആക്കളൂ. എത്ര വർഷം മുന്നോളൂ? എത്ര വർഷം മുന്നോളൂ? ഒരു 50 വർഷം മുന്നോളൂ, 54 വർഷം മുന്നോളൂ അല്ലേ? 55 വർഷം മുന്നോളൂ ഫസ്റ്റ് സലഫി പള്ളി ആവടോ ഈ കർണാടകത്തെ ഇതിഹാസത്തിൽ. നിങ്ങൾ ആഴ്ചനാക്കറു 55 വർഷത്തിന് മുന്നോളൂ ഈ ദക്ഷിണ കന്നഡ ജില്ലയിൽ അള്ളാഹുടെ പള്ളിയില്ലേ? ആ പള്ളിയല്ല ശിർക്കിട പള്ളിയാ? മൈക്കാത്ത ബന്ദറിലുള്ള പള്ളി 1400 വർഷമായി സ്വഹാബത്ത് കെട്ടിയ പള്ളി, അത് ശിർക്കിട പള്ളി. 1000 വർഷത്തെ ഇതിഹാസമുള്ള പള്ളി ഞങ്ങളെ ജില്ലയിലുണ്ട്. 800 വർഷത്തെ ഇതിഹാസമുള്ള പള്ളി ഞങ്ങളെ ജില്ലയിലുണ്ട്. അതെല്ലാം ഷിർക്ക്. തൗഹീദിന്റെ പള്ളി സ്റ്റാർട്ട് ആവടോ 1970. നിങ്ങൾ ആഴ്ചനാക്കോ ബുദ്ധിയുള്ള തലയിൽ തലച്ചോറുള്ളവണോ ഇത് ചൊല്ലുവാണ്. 1970 ಏನು ನೋಕರು ಆ ಬಳಿಕ ಜನಾಬ್ ಮೀ ಮುನವ್ವರ್ ಅಲಿಯವರ ನೇತೃತ್ವದಲ್ಲಿ ಮೂಡಬಿದ್ರೆಯ ಅಲಂಗಾರ್ನಲ್ಲಿ 2ನೇ ಸಲಫಿ ಮಸೀದಿ ನಿರ್ಮಾಣವಾಯಿತು. ಜಂಡಾಮತ್ತ ಪಳ್ಳಿ ഞങ്ങളെ മസ്ജിദ് നബവി വഹാബിരങ്ങളോ അതെവിടെ? ಮೂಡಬಿದ್ರೆ ಅಲಂಗಾರ್ಲು. ತದನಂತರ ಮುನವ್ವರ್ ಅಲಿಯವರ ಸಲಹೆಯಂತೆ ರೂಪುಗೊಂಡ ಮಂಗಳೂರು ಸಲಫಿ ಅಸೋಸಿಯೇಷನ್ ಅಧೀನದಲ್ಲಿ UN ಅಬ್ದುಲ್ ರಜಾಕ್ ಮತ್ತಿತರ ಪ್ರಮುಖರ ಪರಿಶ್ರಮದಿಂದ ಮೌಲಾನಾ ಮುಖ್ತಾರ್ ಅಹಮದ್ ನದ್ವಿರ ಸಹಕಾರದಿಂದ ಮಂಗಳೂರು ನಗರದ ನೆಲ್ಲಿಕಾಯಿ ರಸ್ತೆಯಲ್ಲಿ ಇಬ್ರಾಹಿಂ ಅಲ್ ಖಲೀಲ್ ಮಸೀದಿಯ ಸ್ಥಾಪನೆಯೊಂದಿಗೆ ತೌಹೀದಿನ ಸಂದೇಶ ಜಿಲ್ಲೆಯಾದ್ಯಂತ ಮತ್ತಷ್ಟು ಬಿರುಸಿನಿಂದ ತಲುಪತೊಡಗಿತು. മൂന്നാമത്തെ പള്ളി ബന്ദറിലുള്ളേ നെല്ലിക്കായ് റസ്തുള്ള ഇബ്രാഹിം ഖലീൽ പള്ളി. ಸ್ಟಾರ್ಟಿಂಗ್ ಅವಡು 1970. ಏನು ನೋಕರು ಈ ಮಸೀದಿ ನಿರ್ಮಾಣಕ್ಕಿಂತ ಮೊದಲು 1975 ಅಡ್ವೊಕೇಟ್ ಮೊಹಮ್ಮದ್ ಇಲಿಯಾಸ್ ರವರ ನೇತೃತ್ವದಲ್ಲಿ ಬಂದರದ ಕಚ್ಚಿಮೆಮ್ಮನ್ ಮಸೀದಿಯ ವಟಾರದಲ್ಲಿ ಪ್ರಪ್ರಥಮ ಅಹ್ಲೆ ಹದೀಸ್ ಸಮ್ಮೇಳನ ಜರುಗಿತ್ತು. ಫಸ್ಟ್ 1975 ಆಯ್ತು ಫಸ್ಟ್ ವಹಾಬಿರಂಗ ಸಮ್ಮೇಳನ. ಅದರ ಮುನ್ನಲ್ಲೂ ದೀನಿಲ್ಲ, ಅದರ ಮುನ್ನಲ್ಲೂ ತೌಹೀದು ಇಲ್ಲ. ಈ ಸಮ್ಮೇಳನದಲ್ಲಿ ಕೇರಳದ ಪ್ರಸಿದ್ಧ ವಿದ್ವಾಂಸ ಕೆ ಉಮರ್ ಮೌಲವಿ ಸಹಿತ KNMನ ಪ್ರಮುಖ ಪಂಡಿತರು ಭಾಗವಹಿಸಿದ್ರು.
1984 ನಡೆದ ಸಮ್ಮೇಳನದಲ್ಲಿ ಅಬ್ದುಲ್ ಖಾದರ್ ಫಯಾಜ್, ಮುಜೀಬುರ್ ರಹಮಾನ್, ಅಬ್ದುಲ್ ರಶೀದ್ ಜಪ್ಪು, ಅಬ್ದುಲ್ ಲತೀಫ್ ഇങ്ങനെ ചൊല്ലിയ ആൾമാർ ഹൈക്കോ അതുപോലെ ಇಕ್ಬಾಲ್ ಮತ್ತು ಜಾಯಿದ್ ಮುಂತಾದರು ಸಲಫಿ ಚಳವಳಿಗಳ ಮುಂಚೂಣಿಯಲ್ಲಿದ್ದರು. ಕಾರಣಾಂತರಗಳಿಂದ ಸಲಫಿ ಚಳವಳಿ ಕರಾವಳಿ ಜಿಲ್ಲೆಯಲ್ಲಿ ಕೆಲ ಕಾಲ ಸ್ಥಗಿತಗೊಳ್ಳುವಂತಾಯಿತು. അതോടുകൂടെ വഹാബിനങ്ങൾക്ക് കുറെ സ്റ്റോപ്പ് ആയിത്തുള്ളൂ. പിന്നെ സ്റ്റാർട്ട് ആയപ്പോ എന്തുണ്ട, ಮಂಗಳೂರಿನ ಮತ್ಸ್ಯೋದ್ಯಮಿ UN ಅಬ್ದುಲ್ ರಜಾಕ್ ರವರು ತೌಹೀದಿ ಆದರ್ಶ ಪ್ರಚಾರಂಗಕ್ಕೆ ದುಮಕೂರುದರೊಂದಿಗೆ ಸಲಫಿ ಚಳವಳಿ ಮತ್ತೆ ಚಿಗುರತೊಡಗಿತು. UN ರವರ ನೇತೃತ್ವದಲ್ಲಿ ಮಂಗಳೂರಿನ ಬದ್ರಿಯಾ ಶಾಲೆಯಲ್ಲಿ 1988 ಭಾರಿ ಮುಟ್ಟ 1988 ಮಾರ್ಚ್ 8ರಂದು ನಡೆದ ಸಲಫಿ ಸಮ್ಮೇಳನವು 80 ವರ್ಷಗಳ ಹಿಂದೆ ಅಖಿಲ ಭಾರತ ಅಹ್ಲೆ ಹದೀಸ್ ಮತ್ತು ಅದರ ಅಂಗವಾಗಿರುವ ಕೇರಳ ನದ್ವತುಲ್ ಮುಜಾಹಿದೀನ್ನ ಒಂದು ಕೊಂಡಿಯಾಗಿ ಮಂಗಳೂರಲ್ಲಿ ಕಾರ್ಯಾಚರಿಸುತ್ತಿದ್ದ ಅಂಜುಮನ್ ಇಸ್ಲಾಮಿಯಾ ಅಹ್ಲುಲ್ ಹದೀಸ್ನ ನವೀಕೃತ ಸಂಘಟನೆಯಾಗಿ ರೂಪುಗೊಂಡ ಸೌತ್ ಕರ್ನಾಟಕ ಸಲಫಿ ಮೂವ್ಮೆಂಟ್ SKSM ಆರಂಭಕ್ಕೆ ನಾಂದಿಯಾಯಿತು 1388. അങ്ങനെ SKSM ചൊല്ല സംഘടന ഉണ്ടാവടമേ 1988. എത്ര വർഷമായിട്ട്? 10, 25, 27 വർഷം അല്ലേ? 27 വർഷം മുന്നോളൂ അല്ല 37 വർഷം മുന്നോളൂ. 37 വർഷം മുന്നോളൂ ഉണ്ടായ ഒരു സംഘടന ആയിത്തിക്കട് SKSM. ഈ ഭാര്യയും മുട്ട ഇങ്ങ വന്നിട്ട് ആയിത്തിക്കട് ഇപ്പൊ ചൊല്ലോ ഈ മുന്നലത്തെയും ഇപ്പോൾ ഉള്ള എല്ലാ മുസ്ലിമീങ്ങ കാഫിരിങ്ങ എല്ലാരും മുശ്രിക്. ನಾನು മുന്നോട്ട് ബേർച്ചിട്ട് യന്ത്രം ഒന്നുണ്ടാ ഞങ്ങളെ സുന്നിരംഗ കാഫിലാക്കുമ്പോ ನಾನು ആലോചനാക്കി അള്ളാഹുടെ സ്വർഗ്ഗ ഭയങ്കര വിശാലല്ലേ, അർളുഹ സമാവാത്തു വൽ അർളു. അപ്പൊ ഏതായാലും ഞങ്ങ പോയില്ലെങ്കിലും സലഫിരംഗ ഇക്കുവാറല്ലേ സ്വർഗത്തില്, അള്ളാഹു പഠിച്ചത് ബെറുതാവലല്ലേ സ്വർഗ അവിടെ സമാധാനം ആയിട്ട്. ഞങ്ങ സുന്നിരംഗ ആറ് പോയില്ലെങ്കിലും സലഫിരംഗവും സ്വർഗത്തിൽ ഇക്കുവാറല്ലേ. ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും അങ്ങ ചൊല്ലിട്ട് അങ്ങ പരസ്പരം അപ്പുറം ഇപ്പുറം കാഫിറാക്കി വേണ്ടി ഉള്ളത്. ഇപ്പൊ നോക്കുമ്പോ സ്വർഗ കാലി, സ്വർഗത്തിൽ ആറും ഇല്ലേ, സുന്നിങ്ങവും ഇല്ല ഇങ്ങവും ഇല്ല. ഇങ്ങ ഒരു പാർട്ടി അപ്പുറത്തോണ്ട് കാഫിറാക്കടെ അവണൂന്റെ കാഫിറാക്കടെ. അപ്പൊ മൂന്നാമത്തോണ്ട് വന്നിട്ട് ചൊല്ലെ നിങ്ങ ജണ്ടാളും കാഫിർ, അപ്പൊ ഇങ്ങ ജണ്ടാളും കൂടി ചൊല്ലെ നീനും കാഫിർ. ഇപ്പൊ സ്വർഗ കാലി, ആറും ഇല്ല. ഇതായിത്തിക്കിട്ട് ഈ വഹാബിസത്ര അവസ്ഥ.